ജോബ് അധ്യായം 21. ജോബ് പറഞ്ഞു, എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുവിൻ. നിങ്ങളെനിക്ക് തരുന്ന ഏറ്റവും വലിയ സമാശ്വാസം അതായിരിക്കട്ടെ. അല്പം സംസാരിക്കാൻ എന്നെ അനുവദിക്കൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പരിഹാസം തുടരാം. എൻ്റെ ആവലാതി മനുഷ്യനെതിരായിട്ടാണോ? എങ്ങനെ ഞാൻ അക്ഷമനാകാതിരിക്കും? എന്നെ നോക്കി നിങ്ങൾ സംഭീതരാകുവിൻ, കൈകൊണ്ട് വായ പൊത്തുവിൻ. അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു, എൻ്റെ ശരീരം വിറകൊള്ളുന്നു. ദുഷ്ടന്മാർ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? അവർ വാർദ്ധക്യം പ്രാപിക്കുകയും ശക്തരാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? സന്തതി പരമ്പരകൾ അഭിവൃദ്ധിപ്പെടുന്നത് കാണാൻ അവർ ജീവിച്ചിരിക്കുന്നു. അവരുടെ ഭവനങ്ങൾ ഭയമറിയാതെ സുരക്ഷിതമായിരിക്കുന്നു. ദൈവത്തിൻ്റെ ശിക്ഷാദണ്ഡ് അവരുടെ മേൽ പതിച്ചിട്ടില്ല. അവരുടെ കാളകൾ പാഴാകാതെ ഇണചേരുകയും അവരുടെ പശുക്കൾ അലസിപ്പോകാതെ പ്രസവിക്കുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ മക്കളെ ആട്ടിന് പറ്റത്തെന്ന പോലെ പുറത്തേക്ക് അയക്കുന്നു. അവർ സോല്ലാസം നൃത്തം ചെയ്യുന്നു. അവർ വീണയും തമ്പുരവും മീട്ടി പാടുകയും കുഴൽനാദത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. അവർ ഐശ്വര്യത്തോടെ ദിനങ്ങൾ കഴിക്കുന്നു. സമാധാനത്തോടെ അവർ പാതാളത്തിലേക്ക് ഇറങ്ങുന്നു. അവർ ദൈവത്തോട് പറയുന്നു, ഞങ്ങളെ വിട്ടുപോവുക, അങ്ങയുടെ മാർഗങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ സർവശക്തനെ സേവിക്കാൻ അവൻ ആരാണ്? അവനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്തു പ്രയോജനം? അവരുടെ ഐശ്വര്യം അവർക്ക് അധീനമല്ലേ? ദുഷ്ടന്റെ ആലോചന എനിക്ക് സ്വീകാര്യമല്ല. ദുഷ്ടരുടെ ദീപങ്ങൾ അണച്ചു കളയുന്നത് എത്ര സാധാരണം. അവർക്ക് വിനാശം വരുന്നതും ദൈവം തൻ്റെ കോപത്തിൽ അവരുടെ മേൽ വേദനകൾ അയക്കുന്നതും അവരെ കാറ്റിൽ വൈക്കോൽ പോലെയും കൊടുങ്കാറ്റിൽ പതിര് പോലെയും പറത്തുന്നതും എത്ര സാധാരണം. ദൈവം അവരുടെ അകൃത്യങ്ങൾ അവരുടെ സന്താനങ്ങൾക്ക് വേണ്ടി കരുതി വയ്ക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അവർ അറിയുന്നതിന് അവിടുന്ന് അവർക്ക് തന്നെ പ്രതിഫലം നൽകിയിരുന്നെങ്കിൽ അവരുടെ നാശം അവരുടെ കണ്ണുകൾ തന്നെ ദർശിക്കട്ടെ. സർവശക്തന്റെ ക്രോധത്തിൽ നിന്ന് അവർ പാനം ചെയ്യട്ടെ. ആയുസ് ഒടുങ്ങിക്കഴിഞ്ഞിട്ട് തങ്ങൾക്ക് ശേഷം ഭവനത്തിന് എന്ത് സംഭവിക്കുമെന്ന് അവർ ആകുലരാകുമോ? ഉന്നതത്തിൽ ഉള്ളവരെ പോലും വിധിക്കുന്ന ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കാൻ ആർക്ക് കഴിയും? ഐശ്വര്യപൂർണനായ ക്ലേശരഹിതനായ സുരക്ഷിതനായ ഒരുവൻ മരിക്കുന്നു. അവൻ്റെ ശരീരം മേധസ്സുറ്റതും മജ്ജ അയവുള്ളതുമാണ്. ഒരിക്കലും സുഖമാസ്വദിക്കാതെ മറ്റൊരുവൻ അസ്വസ്ഥനായി മരിക്കുന്നു. ഇരുവരും ഒന്നുപോലെ പൊടിയിൽ കിടക്കുന്നു, പുഴുവരെ പൊതിയുന്നു. നിങ്ങളുടെ ആലോചനകളും എന്നെ ദ്രോഹിക്കാനുള്ള പദ്ധതികളും ഞാൻ അറിയുന്നു. നിങ്ങൾ പറയുന്നു, പ്രഭുവിൻ്റെ കൊട്ടാരം എവിടെ? ദുഷ്ടൻ അധിവസിച്ചിരുന്ന കൂടാരം എവിടെ? നിങ്ങൾ വഴിപോക്കനോട് ചോദിച്ചറിഞ്ഞിട്ടില്ലേ? ദുഷ്ടൻ വിനാശത്തിൻ്റെ ദിനങ്ങളിൽ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു, ക്രോധത്തിൻ്റെ നാളുകളിൽ അവൻ രക്ഷിക്കപ്പെടുന്നു എന്ന അവരുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലേ? അവൻ്റെ മാർഗങ്ങളെ ആർ കുറ്റപ്പെടുത്തും? അവൻ്റെ മുഖത്ത് നോക്കി അവൻ്റെ പ്രവൃത്തികൾക്ക് ആരവനോട് പകരം ചോദിക്കും? അവനെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ്റെ ശവകുടീരത്തിന് മുകളിൽ കാവലേർപ്പെടുത്തുന്നു. താഴ്വരയിലെ മൺകട്ട അവന് പ്രിയങ്കരമായിരിക്കും. എല്ലാവരും അവനെ അനുയാത്ര ചെയ്യുന്നു. അവൻ്റെ മുൻപേ പോയവരും അസംഖ്യമാണ്. അർത്ഥശൂന്യമായ വാക്കുകൊണ്ട് നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കുന്നതെങ്ങനെ? നിങ്ങളുടെ മറുപടി കപടമാണ്. ജോബ് അധ്യായം 22. തേമാന്യനായ എലിഫാസ് പറഞ്ഞു, ദൈവത്തിന് മനുഷ്യനെ കൊണ്ട് എന്തുപകാരം? ഒരുവൻ ജ്ഞാനിയായതുകൊണ്ട് പ്രയോജനം അവന് തന്നെ. നീ നീതിമാനായിരിക്കുന്നതുകൊണ്ട് സർവശക്തന് നേട്ടമുണ്ടോ? നിന്റെ മാർഗം കുറ്റമറ്റതെങ്കിൽ
അവിടുത്തേക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? നിന്റെ ഭക്തി നിമിത്തമാണോ അവിടുന്ന് നിന്നെ ശാസിക്കുകയും നിന്റെ മേൽ ന്യായവിധി നടത്തുകയും ചെയ്യുന്നത്? നിന്റെ ദുഷ്ടത വലുതല്ലേ? നിന്റെ അകൃത്യങ്ങൾക്കതിരില്ല. നീ സഹോദരരിൽ നിന്ന് അകാരണമായി പണമീടാക്കി വസ്ത്രമൂരിയെടുത്ത് നീ അവരെ നഗ്നരാക്കി. ക്ഷീണിച്ചവന് നീ ദാഹജലം നൽകിയില്ല, വിശക്കുന്നവൻ്റെ അപ്പം പിടിച്ചു വയ്ക്കുകയും ചെയ്തു. ബലവാൻ ഭൂമി കൈവശപ്പെടുത്തുകയും സമ്പന്നൻ അവിടെ പാർക്കുകയും ചെയ്തു. വിധവകളെ നീ വെറും കൈയോടെ പറഞ്ഞയച്ചു, അനാഥരുടെ ഭുജങ്ങൾ തകർക്കുകയും ചെയ്തു. അതുകൊണ്ട് നിന്നെ കെണികൾ വലയം ചെയ്തിരിക്കുന്നു, ക്ഷിപ്രഭീതി നിന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. നിനക്ക് കാണാൻ കഴിയാത്ത വിധം നിന്റെ പ്രകാശം അന്ധകാരമായിരിക്കുന്നു. പെരുവെള്ളം നിന്നെ മൂടിയിരിക്കുന്നു. ദൈവം ആകാശങ്ങളിൽ ഉന്നതനല്ലേ? ഏറ്റവും ഉയരത്തിലെ നക്ഷത്രങ്ങളെ നോക്കുക, അവ എത്ര ഉയരത്തിലാണ്. അതിനാൽ നീ പറയുന്നു, ദൈവം എന്തറിയുന്നു? കൂരിരുട്ടിൽ അവിടത്തേക്ക് വിധിക്കാൻ കഴിയുമോ? കാണാൻ സാധിക്കാത്ത വിധം കനത്ത മേഘങ്ങൾ അവിടുത്തെ വലയം ചെയ്തിരിക്കുന്നു. ആകാശവിധാനത്തിൽ അവിടുന്ന് സഞ്ചരിക്കുകയും ചെയ്യുന്നു. ദുഷ്ടന്മാർ സഞ്ചരിച്ച പഴയ മാർഗങ്ങളിൽ നീ ഉറച്ചു നിൽക്കുമോ? കാലം തികയുന്നതിനു മുൻപേ അവർ അപഹരിക്കപ്പെട്ടു, അവരുടെ അടിസ്ഥാനം ഒഴുകിപ്പോയി. അവർ ദൈവത്തോട് പറഞ്ഞു, ഞങ്ങളെ വിട്ടകന്നു പോവുക, സർവശക്തന് ഞങ്ങളോട് എന്തു ചെയ്യാൻ കഴിയും? എന്നിട്ടും അവിടുന്ന് അവരുടെ ഭവനങ്ങളെ നന്മകൾ കൊണ്ട് നിറച്ചു. എന്നാൽ ദുഷ്ടന്റെ ആലോചന എന്നിൽ നിന്ന് അകലെയാണ്. നീതിമാന്മാർ അവരുടെ അവസാനം കണ്ട് സന്തോഷിക്കുന്നു. നിഷ്കളങ്കർ അവരെ നോക്കി പരിഹസിച്ചു പറയുന്നു, തീർച്ചയായും ഞങ്ങളുടെ ശത്രുക്കൾ പിഴുതെറിയപ്പെട്ടിരിക്കുന്നു. അവർ അവശേഷിപ്പിച്ചത് അഗ്നിക്കിരയാവുകയും ചെയ്തു. ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക, അപ്പോൾ നിനക്ക് നന്മ വരും. അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക, അവിടുത്തെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. സർവശക്തന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ, നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റിക്കളയുമെങ്കിൽ, സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ, സർവശക്തൻ നിനക്ക് സ്വർണവും വില പിടിച്ച വെള്ളിയും ആകുമെങ്കിൽ, നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. നിന്റെ നേർച്ചകൾ നീ നിറവേറ്റും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിന്റെ പാതകൾ പ്രകാശിതമാകും. എന്തെന്നാൽ ദൈവം അഹങ്കാരിയെ താഴ്ത്തുകയും എളിയവനെ രക്ഷിക്കുകയും ചെയ്യും. നിരപരാധനെ അവിടുന്ന് രക്ഷിക്കുന്നു. നിന്റെ കരങ്ങളുടെ നൈർമല്യം മൂലം നീ രക്ഷിക്കപ്പെടും. ജോബ് അധ്യായം 23. ജോബ് പറഞ്ഞു, ഇന്നും എൻ്റെ അവലാതി തിക്തമാണ്. ഞാൻ എത്ര വിലപിച്ചിട്ടും എൻ്റെ മേലുള്ള അവിടുത്തെ കരം ഭാരമേറിയതാണ്. എവിടെ ഞാൻ അവിടുത്തെ കണ്ടെത്തുമെന്നറിഞ്ഞിരുന്നെങ്കിൽ, അവിടുത്തെ സിംഹാസനത്തെ സമീപിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ പരാതി അവിടുത്തെ മുൻപിൽ ബോധിപ്പിക്കുകയും ഞാൻ ന്യായവാദം നടത്തുകയും ചെയ്യുമായിരുന്നു. അവിടുന്ന് എനിക്കെന്ത് പ്രത്യുത്തരം നൽകുമെന്നും എന്നോടെന്ത് സംസാരിക്കുമെന്നും ഞാൻ അറിയുമായിരുന്നു. അവിടുന്ന് തൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ എന്നോട് ന്യായവാദം നടത്തുമോ? ഇല്ല. അവിടുന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും. നീതിമാന് അവിടുത്തോട് വാദിക്കാൻ കഴിയും. എൻ്റെ വിധിയാളൻ എന്നെ എന്നേക്കുമായി മോചിപ്പിക്കും. ഇതാ, ഞാൻ മുൻപോട്ട് പോയാൽ അവിടുന്ന് അവിടെയില്ല, പുറകോട്ട് പോയാലും അവിടുത്തെ കാണാൻ സാധിക്കുകയില്ല. ഇടത്തുവശത്ത് ഞാൻ അവിടുത്തെ അന്വേഷിക്കുന്നു, എന്നാൽ എനിക്ക് അവിടുത്തെ കാണാൻ സാധിക്കുന്നില്ല. വലതുവശത്തേക്ക് തിരിഞ്ഞാലും
ഞാൻ അവിടുത്തെ കാണുന്നില്ല. എന്നാൽ എൻ്റെ വഴി അവിടുന്ന് അറിയുന്നു. അവിടുന്ന് എന്നെ പരീക്ഷിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. എൻ്റെ പാദങ്ങൾ അവിടുത്തെ കാൽപ്പാടുകളിൽ ഞാൻ ഉറപ്പിച്ചു. ഞാൻ അവിടുത്തെ പാത പിന്തുടർന്നു, ഒരിക്കലും വ്യതിചലിച്ചില്ല. അവിടുത്തെ കൽപ്പനകളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. അവിടുത്തെ മൊഴികൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിധി പോലെ സൂക്ഷിച്ചു. അവിടുന്ന് മാറ്റമില്ലാത്തവനാണ്. അവിടുത്തെ പിന്തിരിപ്പിക്കാൻ ആർക്ക് കഴിയും? താൻ ആഗ്രഹിക്കുന്നത് അവിടുന്ന് ചെയ്യുന്നു. എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. അതിനാൽ അവിടുത്തെ സാന്നിധ്യത്തിൽ ഞാൻ വിറകൊള്ളുന്നു. അവിടുത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു. ദൈവം എൻ്റെ ഹൃദയത്തെ ദുർബലമാക്കി. സർവശക്തൻ എന്നെ പരിഭ്രാന്തനാക്കി. ഞാൻ അന്ധകാരത്തിൽ അമഗ്നനായി. അന്ധതമസ് എൻ്റെ മുഖത്തെ ആവരണം ചെയ്യുന്നു. യോബ് അധ്യായം 24. സർവശക്തൻ വിധി നടത്താൻ സമയം നിശ്ചയിക്കാത്തത് എന്തുകൊണ്ട്? അവിടുന്ന് നിശ്ചയിച്ച ദിനങ്ങൾ അവിടുത്തെ ഭക്തന്മാർ കാണാതിരിക്കുന്നതും എന്തുകൊണ്ട്? മനുഷ്യൻ അതിർത്തിക്കല്ലുകൾ നീക്കിക്കളയുന്നു. അവർ ആട്ടിൻപറ്റങ്ങളെ കവർന്നെടുക്കുകയും മേയ്ക്കുകയും ചെയ്യുന്നു. അവർ അനാഥരുടെ കഴുതയെ തട്ടിക്കൊണ്ടുപോകുന്നു. അവർ വിധവയുടെ കാളയെ പണയം വാങ്ങുന്നു. അവർ ദരിദ്രരെ വഴിയിൽ നിന്ന് തള്ളിമാറ്റുന്നു. പാവങ്ങൾ ഒളിച്ചു കഴിയുന്നു. മക്കൾക്ക് വേണ്ടി മരുഭൂമിയിൽ ഇര തേടുന്ന കാട്ടുകഴുതകളെ പോലെ അവർ അധ്വാനിക്കുന്നു. അവർ വയലിൽ നിന്ന് ഭക്ഷണം ശേഖരിക്കുന്നു. ദുഷ്ടരുടെ മുന്തിരിത്തോട്ടത്തിൽ അവർ കാലാ പെറുക്കുന്നു. അവർ രാത്രി മുഴുവൻ നഗ്നരായി ശയിക്കുന്നു. തണുപ്പിൽ പുതയ്ക്കാൻ അവർക്കൊന്നുമില്ല. മലയിൽ പെയ്യുന്ന മഴ അവർ നനയുന്നു. പാർപ്പിടമില്ലാതെ അവർ പാറക്കെട്ടുകളിൽ അഭയം തേടുന്നു. മുല കുടിക്കുന്ന അനാഥ ശിശുക്കളെ പറിച്ചെടുക്കുകയും ദരിദ്രരുടെ കുഞ്ഞുങ്ങളെ പണയം വാങ്ങുകയും ചെയ്യുന്നവരുണ്ട്. ദരിദ്രർ നഗ്നരായി അലയുന്നു. അവർ വിശന്നുകൊണ്ട് കറ്റ ചുമക്കുന്നു. അവർ ദുഷ്ടന്മാരുടെ ചക്കിൽ ഒലിവെണ്ണയും വീഞ്ഞും ആട്ടിയെടുക്കുന്നു. എന്നാൽ അവർ ദാഹാർത്തരാണ്. നഗരത്തിൽ മരിക്കുന്നവരുടെ ഞരക്കം കേൾക്കുന്നു. മുറിവേറ്റവരുടെ പ്രാണൻ സഹായത്തിനു വേണ്ടി കേഴുന്നു. എന്നിട്ടും ദൈവം അവരുടെ പ്രാർത്ഥന ശ്രവിക്കുന്നില്ല. പ്രകാശത്തിൻ്റെ വഴി പരിചയിക്കുകയോ അതിൽ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്നവരുണ്ട്. ദരിദ്രരെയും നിരാലംബരെയും കൊല്ലുന്നതിന് കൊലപാതകി നേരം വെളുക്കും മുൻപ് ഉണരുന്നു. രാത്രിയിൽ അവൻ മോഷണം നടത്തുന്നു. ആരും എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞ് വ്യഭിചാരി ഇരുട്ടാകാൻ കാത്തിരിക്കുന്നു. അവൻ മുഖം മൂടി അണിയുന്നു. രാത്രിയിൽ അവർ വീടുകൾ തുരക്കുന്നു. പകൽ സമയം കതകടച്ച് മുറികളിൽ കഴിയുന്നു. അവർ പ്രകാശം കാണുന്നില്ല. കടുത്ത അന്ധകാരമാണ് അവരുടെ പ്രഭാതം. അന്ധകാരത്തിൻ്റെ ക്രൂരതകളുമായിട്ടാണ് അവരുടെ കൂട്ടുകെട്ട്. നിങ്ങൾ പറയുന്നു, വെള്ളം അവരെ അതിവേഗം ഒഴുക്കിക്കളയുന്നു. ഭൂമിയിൽ അവരുടെ അവകാശം ശപിക്കപ്പെട്ടിരിക്കുന്നു. കച്ചവടക്കാർ അവരുടെ മുന്തിരിത്തോട്ടങ്ങളെ സമീപിക്കുന്നില്ല. വരൾച്ചയും ചൂടും ഹിമജലത്തെ എന്ന പോലെ പാപിയെ പാതാളം തട്ടിക്കൊണ്ടുപോകുന്നു. മാതൃഗർഭം പോലും അവരെ വിസ്മരിക്കുന്നു. അവരുടെ നാമം ഒരിക്കലും ഓർമ്മിക്കപ്പെടുന്നില്ല. അങ്ങനെ ദുഷ്ടതയെ വൃക്ഷം എന്ന പോലെ വെട്ടി നശിപ്പിക്കും. മക്കളില്ലാത്ത വന്ധ്യകളെ അവർ ഇരയാക്കുന്നു. വിധവയ്ക്ക് അവർ ഒരു നന്മയും ചെയ്യുന്നില്ല. ദൈവം തൻ്റെ ശക്തിയാൽ ബലവാന്മാരുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നു. ജീവിതത്തെപ്പറ്റി നിരാശരാകുമ്പോൾ അവർ ഉണർന്നെഴുന്നേൽക്കുന്നു. ദൈവം അവർക്ക് സുരക്ഷിതത്വം നൽകി സഹായിക്കുന്നു. അവരുടെ വഴികളിൽ അവിടുത്തെ ദൃഷ്ടികൾ പതിഞ്ഞിരിക്കുന്നു. അല്പകാലത്തേക്ക് അവർ ഉയർത്തപ്പെടുന്നു, പിന്നീട് അവർ ഇല്ലാതാകുന്നു. കള പോലെ അവർ വാടി നശിക്കുന്നു.
കതിർക്കൊല പോലെ അവരെ കൊയ്തെടുക്കുന്നു. ഇത് ശരിയല്ലെങ്കിൽ ഞാൻ നുണയനാണെന്നും ഞാൻ പറയുന്നത് അർത്ഥശൂന്യമാണെന്നും ആർ തെളിയിക്കും? യോബ് അധ്യായം 25. ഷൂഹ്യനായ ബിൽദാദ് പറഞ്ഞു, ആധിപത്യം ദൈവത്തോടുകൂടിയാണ്, എല്ലാവരും അവിടുത്തെ ഭയപ്പെടുന്നു. അവിടുന്ന് ഉന്നത സ്വർഗത്തിൽ സമാധാനം സ്ഥാപിക്കും. അവിടുത്തെ സൈന്യത്തിന് കണക്കുണ്ടോ? അവിടുത്തെ പ്രകാശം ആരുടെ മേലാണ് ഉദിക്കാതിരിക്കുക? അപ്പോൾ മനുഷ്യൻ എങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനാകാൻ കഴിയും? സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ എങ്ങനെ നിർമ്മലനാകും? ഇതാ അവിടുത്തെ ദൃഷ്ടിയിൽ ചന്ദ്രന് പ്രകാശമില്ല, നക്ഷത്രങ്ങളും നിർമ്മലമല്ല. അപ്പോൾ കൃമിയായ മനുഷ്യൻ്റെ, പുഴുവായ മനുഷ്യപുത്രൻ്റെ സ്ഥിതി എന്ത്? Chapter 21. Then Job said in reply, At least listen to my words, and let that be the consolation you offer. Bear with me while I speak, and after I have spoken you can mock. Is my complaint toward man? And why should I not be impatient? Look at me, and be astonished. Put your hands over your mouths. When I think of it, I am dismayed, and horror takes hold on my flesh. Why do the wicked survive, grow old, become mighty in power? Their progeny is secure in their sight. They see before them their kinsfolk and their offspring. Their homes are safe and without fear, nor is the scourge of God upon them. Their bulls gender without fail, their cows calve and do not miscarry. These folk have infants numerous as lambs, and their children dance. They sing to the timbrel and harp, and make merry to the sound of the flute. They live out their days in prosperity, and tranquilly go down to the nether world. Yet they say to God, Depart from us, for we have no wish to learn your ways. What is the Almighty that we should serve him? And what gain shall we have if we pray to him? If their happiness is not in their own hands, and if the counsel of the wicked is repulsive to God, how often is the lamp of the wicked put out? How often does destruction come upon them, the portion he allots in his anger? Let them be like straw before the wind, and like chaff which the storm snatches away. May God not store up the man's misery for his children. Let him requite the man himself so that he feels it. Let his own eyes see the calamity, and the wrath of the Almighty. Let him drink. For what interest has he in his family after him, when the number of his months is finished? One dies in his full vigor, wholly at ease and content. His figure is full and nourished, and his bones are rich in marrow. Another dies in bitterness of soul, having never tasted happiness. Alike they lie down in the dust, and worms cover them both. Behold, I know your thoughts, and the arguments you rehearse against me. For you say, Where is the house of the magnate, and where the dwelling place of the wicked? Have you not asked the wayfarers, and do you not recognize their monuments? Nay, the evil man is spared calamity when it comes, and on the day he is carried to the grave. Who will charge him with his conduct to his face? And for what he has done, who will repay him? Sweet to him are the clods of the valley, and over him the funeral mound keeps watch, while all the line of mankind follows him, and the countless others who have gone before. How then can you offer me vain comfort, while in your answers perfidy remains? Chapter 22. Then Eliphaz the Temanite answered and said, Can a man be profitable to God? Though to himself a wise man be profitable, can anyone teach God knowledge, seeing that he judges those on high? Is it of advantage to the Almighty if you are just, or is it a gain to him if you make your ways perfect? Is it because of your piety that he reproves you, that he enters with you into judgment? Is not your wickedness manifold?
Are not your iniquities endless? You have unjustly kept your kinsmen's goods in pawn, left them stripped naked of their clothing. To the thirsty you have given no water to drink, and from the hungry you have withheld bread. As if the land belonged to the man of might, and only the privileged were to dwell in it. You have sent widows away empty-handed, and the resources of orphans you have destroyed. Therefore snares are round about you, and a sudden terror causes you dismay, or darkness in which you cannot see. A deluge of waters covers you. Does not God, in the heights of the heavens, behold the stars, high though they are? Yet you say, What does God know? Can he judge through the thick darkness? Clouds hide him so that he cannot see. He walks upon the vault of the heavens. Do you indeed keep to the ancient way trodden by worthless men, who were snatched away before their time, whose foundations of flood swept away? These men said to God, Depart from us, and what can the Almighty do to us? Yet he had filled their houses with good things, but far be from me the mind of the impious. The just look on, and are gladdened, and the innocent deride them. Truly, these have been destroyed where they stood, and such as were left fire has consumed. Come to terms with him to be at peace. In this shall good come to you. Receive instruction from his mouth, and lay up his words in your heart. If you return to the Almighty, you will be restored. If you put iniquity far from your tent, and treat raw gold like dust, and the fine gold of Ophir as pebbles from the brook, then the Almighty himself shall be your gold, and your sparkling silver. For then you shall delight in the Almighty, and you shall lift up your face toward God. You shall entreat him, and he will hear you, and your vows you shall fulfill. When you make a decision, it shall succeed for you, and upon your ways the light shall shine. For he brings down the pride of the haughty, but the man of humble mien he saves. God delivers him who is innocent. You shall be delivered through cleanness of hands. Chapter 23. Again Job answered and said, Though I know my complaint is bitter, his hand is heavy upon me in my groanings. Oh, that today I might find him, that I might come to his judgment seat. I would set out my cause before him, and fill my mouth with arguments. I would learn the words with which he would answer, and understand what he would reply to me. Even should he contend against me with his great power, yet would that he himself might heed me. There the upright man might reason with him, and I should once and for all preserve my rights. But if I go to the east, he is not there, or to the west, I cannot perceive him. Where the north enfolds him, I behold him not. By the south he is veiled, and I see him not. Yet he knows my way. If he proved me, I should come forth as gold. My foot has always walked in his steps. His way I have kept, and have not turned aside. From the commands of his lips I have not departed. The words of his mouth I have treasured in my heart. But he has decided, and who can say him nay? What he desires, that he does. For he will carry out what is appointed for me, and many such things may yet be in his mind. Therefore am I dismayed before him. When I take thought, I fear him. Indeed, God has made my courage fail. The Almighty has put me in dismay. Yes, would that I had vanished in darkness, and that thick gloom were before me to conceal me. Chapter 24. Why are not times set by the Almighty? And why do his friends not see his days? The wicked remove landmarks, they steal away herds and pasture them. The asses of orphans they drive away. They take the widow's ox for a pledge. They force the needy off the road. All the poor of the land are driven into hiding. Like wild asses in the desert, these go forth to their task of seeking food. The steppe provides food for the young among them. They harvest at night in the untilled land. They pass the night naked without clothing, for they have no covering against the cold. They are drenched with the rain of the mountains, and for want of shelter they cling to the rock.
Between the rows they press out the oil, they glean in the vineyard of the wicked. They tread the winepresses, yet suffer thirst, and famished are those who carry the sheaves. From the dust the dying groan, and the souls of the wounded cry out, yet God does not treat it as unseemly. There are those who are rebels against the light, they know not its ways, they abide not in its paths. When there is no light, the murderer rises to kill the poor and needy. The eye of the adulterer watches for the twilight. He says, "No eye will see me." In the night the thief roams about, and he puts a mask over his face. In the dark he breaks into houses. By day they shut themselves in. None of them know the light, for daylight they regard as darkness. Their portion in the land is accursed, and wickedness is splintered like wood. To him who rises without assurance of his life, he gives safety and support. He sustains the mighty by his strength, and his eyes are on their ways. They are exalted for a while, and then they are gone. They are laid low, and like all others are gathered up. Like ears of grain they shrivel. If this be not so, who will confute me, and reduce my argument to naught? Chapter 25. Then Bildad the Shuhite answered and said, Dominion and awesomeness are his, who brings about harmony in his heavens. Is there any numbering of his troops? Yet to which of them does not his light extend? How can a man be just in God's sight? Or how can any woman's child be innocent? Behold, even the moon is not bright, and the stars are not clear in his sight. How much less man, who is but a maggot, the son of man, who is only a worm?